കല്ലറ ഗ്രാമപഞ്ചായത്തിൽ ബി.ജെ.പിയെ പല വാർഡുകളിലും യു.ഡി.എഫുകളിലും ചേർന്ന് പല വാർഡുകളിലും ചേർന്ന് ബി.ജെ.പിയെ തോൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം മറന്നേക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുക. 6 പേര് നിലനിൽക്കെ യു.ഡി.എഫിന് ആ 6 പേർക്ക് തന്നെ അവർ പരസ്പരം പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും പോയിട്ട് 2 വനിതകൾ വേറെയുണ്ട്. ഈ 6 പേർക്ക് അവർ പരസ്പരം വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് മുഴുവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും കിട്ടും. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും അതോടൊപ്പം തന്നെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും, ഈ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് യു.ഡി.എഫിന് നിലവിൽ വെക്കാൻ 2 സ്ത്രീകൾ ഉണ്ടായിട്ട് പോലും അവരെ യാതൊരു രീതിയിലും പരിഗണിക്കാതെ എൽ.ഡി.എഫിന് 2 പേർക്ക് വോട്ട് ചെയ്ത് അവരെ ആ ഭരണസമിതിയിലോട്ട് കയറ്റിയിരുത്തി, അതായത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലോട്ട് കയറ്റിയിരുത്തിക്കുക. പക്ഷേ ഇവിടെ വന്നിട്ട് നേരെ തിരിച്ച് ഈ പറഞ്ഞ് വോട്ട് മേടിച്ചിട്ട് നാട്ടുകാരെയും പറ്റിച്ച് അണികളെയും പറ്റിച്ച് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ആശയവും ആദർശവും എല്ലാം ഉണ്ടെന്നൊക്കെ ഇവർ ഘോരഘോരം എൽ.ഡി.എഫുകാരെന്ന് പറഞ്ഞാൽ അവർ സർവ്വവിജ്ഞാന കോശ. അപ്പം എല്ലാമാണെന്ന് പറഞ്ഞിട്ടും ബി.ജെ.പിക്കെതിരെ ശക്തിയുദ്ധം വാദിക്കുന്ന ഇവർ കല്ലറ പഞ്ചായത്ത് കാണുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ സ്വന്തമായിട്ട് കിട്ടേണ്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ അവർ എൽ.ഡി.എഫിന് വിട്ടുകൊടുത്തു, അല്ലെങ്കിൽ വിറ്റ് തൊലച്ചു, കാശ് മേടിച്ച് വിറ്റ് തൊലച്ചെന്ന് തന്നെ പറയും. നമ്മുടെ തദ്ദേശ തിരഞ്ഞെടുപ്പുകളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കല്ലറ പഞ്ചായത്തിൻ്റെ പറയുകയാണെങ്കിൽ കല്ലറ പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തു, വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തു. അതിനുശേഷം ഈ കഴിഞ്ഞ ജനുവരി 7-ാം തീയതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പുകളും നടന്നു. അവിടെയും ആൾക്കാരെ, പ്രതിനിധികളെയെല്ലാം തിരഞ്ഞെടുക്കുകയുണ്ടായി. പക്ഷേ അവിടെ ഒരു വിവാദം നിലനിൽക്കുന്നുണ്ട്. എന്താണ് ആ വിവാദം, എന്താണ് അവിടുത്തെ പ്രശ്നം എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. ശരിക്കും എന്താണ് ആ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആൾക്കാരെ തിരഞ്ഞെടുത്തതിൽ എന്താണ് ഒരു പ്രശ്നം നിലനിൽക്കുന്നത്? അതായത് കല്ലറ ഗ്രാമപഞ്ചായത്തിൽ 2025 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പ്രസിഡൻറ്റുമായി വൈസ് പ്രസിഡൻറ്റുമായി. ആ സമയത്തൊക്കെ ബി.ജെ.പിയെ സംബന്ധിച്ച് ബി.ജെ.പി നേരത്തെയും പറയുന്നതാണ്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ബ്ലോക്കിലും ജില്ലയിലും ഇനി വരാൻ പോണ നിയമസഭാ തിരഞ്ഞെടുപ്പിലും രാജ്യത്തുടനീളമുള്ള ഇന്ത്യ മുന്നണി, CPM-ഉം കോൺഗ്രസും എല്ലാം ചേരുന്ന ഇന്ത്യ മുന്നണി അവർ തീർച്ചയായിട്ടും ഉടനെ തന്നെ ചിത്രം തെളിഞ്ഞു വരുമെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പറയുന്ന. അതിൻ്റെ ഭാഗമായിട്ട് കല്ലറ ഗ്രാമപഞ്ചായത്തിൽ ബി.ജെ.പിയെ പല വാർഡുകളിലും യു.ഡി.എഫുകളിലും ചേർന്ന് പല വാർഡുകളിലും ചേർന്ന് ബി.ജെ.പിയെ തോൽപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ NDA തോൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം മറന്നേക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുക. അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻ്റൊക്കെ ആയി. ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പ് പറഞ്ഞ പോലെ തന്നെ 7-ാം തീയതി കഴിഞ്ഞു. ഈ 7-ാം തീയതി കഴിഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ നിലവിലിപ്പോൾ യു.ഡി.എഫിന് 6 പേരും എൽ.ഡി.എഫിന് 5 പേരും ബി.ജെ.പിക്ക് 3 പേരുമാണ് ഇവിടെ ഉള്ളത്. ഈ അവിശ്വാസ പ്രമേയം കൊണ്ട് തന്നെ എൽ.ഡി.എഫിന് സാധിക്കും. ഓൾറെഡി അവർ 5 പേരുള്ളതുകൊണ്ട് അത് ബി.ജെ.പിക്ക് സാധിക്കില്ല. 6 പേര് നിലനിൽക്കെ യു.ഡി.എഫിന് ആ 6 പേർക്ക് തന്നെ അവർ പരസ്പരം പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും പോയിട്ട് 2 വനിതകൾ വേറെയുണ്ട്. അപ്പം കൂടാതെ ജനറൽ 2 പേരുണ്ട്. അങ്ങനെ 6 പേര് അവരിപ്പം മൊത്തത്തിലുള്ള. ഈ 6 പേർക്ക് അവർ പരസ്പരം വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് മുഴുവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും കിട്ടും. അതിൽ വേറെ ഒരു തർക്കവുമില്ല. അല്ലെങ്കിൽ പിന്നെ ഇവിടെ എൽ.ഡി.എഫും ബി.ജെ.പിയും തമ്മിൽ ചേരണം. അത് ഒരു കാലത്തും കേരളത്തിൽ നടക്കാത്തൊരു കാര്യമാണ്. കേരളത്തിൽ നല്ല രാജ്യത്തെങ്ങും നടക്കാത്തൊരു കാര്യമാണ്. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ മുന്നണിയാണ്. അതുതന്നെയാണ് ഇപ്പോൾ കല്ലറ ഗ്രാമപഞ്ചായത്തിലും നടന്നത്. അതിൻ്റെ വ്യക്തമായ ചിത്രമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു കഴിഞ്ഞത്. അതാണ് ഈ 6 പേരുള്ള യു.ഡി.എഫുകാർ അവർക്ക് കിട്ടേണ്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റികളായിട്ടുള്ള ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും, ഓൾറെഡി ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വൈസ് പ്രസിഡൻ്റാണ് ചെയർപേഴ്സൺ. അതുകൊണ്ട് പിന്നെ അതിൽ വലിയ മാറ്റമൊന്നുമില്ല. അത് അവർ കിട്ടില്ലെന്ന് എൽ.ഡി.എഫിന് കിട്ടില്ലെന്നറിയാം. അവർ കൊടുക്കാൻ അതും ആഗ്രഹമുണ്ടായിരുന്നു, അതും വിൽക്കാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ ക്ഷേമകാര്യം ജനറൽ ആയതുകൊണ്ട് യു.ഡി.എഫിന് ജനറൽ പുരുഷൻ തന്നെ അതിനകത്ത് നാളെ നടക്കുന്ന പ്രഖ്യാപനത്തിൽ ഓൾറെഡി ജനറൽ പുരുഷൻ തന്നെ യു.ഡി.എഫിൻ്റെ ആൾ തന്നെ വരും, ഉറപ്പാണ്. പോയിട്ട് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും അതോടൊപ്പം തന്നെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും, ഈ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് യു.ഡി.എഫിന് നിലവിൽ വെക്കാൻ 2 സ്ത്രീകൾ ഉണ്ടായിട്ട് പോലും അവരെ യാതൊരു രീതിയിലും പരിഗണിക്കാതെ എൽ.ഡി.എഫിന് 2 പേർക്ക് വോട്ട് ചെയ്ത് അവരെ ആ ഭരണസമിതിയിലോട്ട് കയറ്റിയിരുത്തി, അതായത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലോട്ട് കയറ്റിയിരുത്തിക്കുക. അത് ഇതിപ്പോൾ ഓപ്പൺ ബാലറ്റ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് റിട്ടേണിംഗ് ഓഫീസർ കൃത്യമായിട്ട് വിളിച്ചു പറയും. ബി.ജെ.പി അവിടെ ഒരു വ്യക്തിയെ വെച്ചിരുന്നു, ആ വ്യക്തിക്ക് 3 വോട്ട് കിട്ടി. യു.ഡി.എഫ് വെക്കുന്ന വ്യക്തിക്ക് അവർക്ക് 6 വോട്ടേ കിട്ടാവുള്ളൂ. അതുപോലെ തന്നെ എൽ.ഡി.എഫ് വെക്കുന്നതിന് 5 വോട്ടേ കിട്ടാവുള്ളൂ. യു.ഡി.എഫ് ആളെ വെച്ചില്ലെന്ന് മാത്രമല്ല, എൽ.ഡി.എഫ് വെച്ച 5 വ്യക്തിക്ക് ഈ 5 പേര് വോട്ട് ചെയ്തു, പ്ലസ് യു.ഡി.എഫിൻ്റെ 6 പേര് വോട്ട് ചെയ്തു. അങ്ങനെ 11 വോട്ട് അവർക്ക് കിട്ടി. 11 വോട്ട് അവർക്ക് ഒരിക്കലും അവർക്ക് കിട്ടത്തില്ല. എന്തിന് ഇനി യു.ഡി.എഫ് നിർത്തിയില്ലെങ്കിൽ പോലും ഈ പറഞ്ഞ എൽ.ഡി.എഫിന് 5 വോട്ട് മതി അവർക്ക് കയറാനായിട്ട്. അപ്പോൾ വോട്ട് ചെയ്തേ പറ്റൂ എന്നുള്ള വ്യക്തമായിട്ടുള്ള തീരുമാനം എൽ.ഡി.എഫും യു.ഡി.എഫും അവരുടെ കല്ലറയിലെ നേതാക്കന്മാർ ചേർന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഇപ്പം പുറത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ കല്ലറ മുഴുവൻ ഇത് ചർച്ചയാണ്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്നുണ്ട് പല സാമ്പത്തിക കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടുണ്ടെന്ന്. അത് നമുക്കറിയുന്ന കാര്യമല്ല, നമുക്കറിയേണ്ട വിഷയമല്ല. കാരണം കാലങ്ങളായിട്ട് ഇതൊക്കെ നടത്തിയിരിക്കുന്നത് ഇവർ തന്നെയാണ്.
ഓരോ വാർഡിലും കല്ലറ പഞ്ചായത്തിൽ 14 വാർഡുള്ളതിൽ ഓരോ വാർഡിലും അവനവൻ്റെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാർ അവനവൻ്റെ രാഷ്ട്രീയ പാർട്ടിയുള്ളവരെ വിജയിപ്പിച്ച് ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് കോളിലോട്ട് വിട്ട് കഴിയുമ്പം അത് നാടിന് നന്മയ്ക്കാകും എന്നുള്ള വിശ്വാസത്തിലാണ് വിടുന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് നേരെ തിരിച്ച് വന്ന് ജയിച്ച് വന്നവരെല്ലാം കൂടെ കൂടിച്ചേർന്നിട്ട് പരസ്പരം കൈകോർത്ത് പിടിച്ച് ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ് വോട്ട് മേടിച്ച് വിട്ട നാട്ടുകാരെയും പറ്റിച്ച് അണികളെയും പറ്റിച്ച് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ആശയവും ആദർശവും എല്ലാം ഉണ്ടെന്നൊക്കെ ഇവർ ഘോരഘോരം LDFകാരെന്ന് പറഞ്ഞാൽ അവർ സർവ്വവിജ്ഞാന കോശ, അവർക്കറിയാൻ മേലത്തൊന്നുമില്ല ഭൂമിക്ക് മേലെ. അതുപോലെ UDFകാരെന്ന് പറഞ്ഞാൽ എൻസൈക്ലോപീഡിയ. അപ്പം എല്ലാമാണെന്ന് പറഞ്ഞിട്ടും BJPക്കെതിരെ ശക്തിയുദ്ധം വാദിക്കുന്ന ഇവർ കല്ലറ പഞ്ചായത്ത് കാണുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ സ്വന്തമായിട്ട് കിട്ടേണ്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ അവർ LDFന് വിട്ടുകൊടുത്തു. അല്ലെങ്കിൽ നമ്മൾ വിടുപണി ചെയ്യുക എന്ന് പറയത്തില്ലേ, ആ പണി, അല്ലെങ്കിൽ വിറ്റ് തൊലച്ചു, കാശ് മേടിച്ച് വിറ്റ് തൊലച്ചെന്ന് തന്നെ പറയും. അപ്പോൾ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് കൊടുക്കാനുള്ള കാര്യം BJP കാണുന്നത് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനായിട്ടുള്ള സാധ്യത LDFന് മാത്രമാണ്. LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ താഴെ പോകുന്നൊരു വിശ്വാസം അവർക്കുണ്ട്. പക്ഷേ അന്നേരവും LDF BJP കൊണ്ട് ചേർന്നാൽ മാത്രമേ 8 ആവുകയുള്ളൂ. കേവല ഭൂരിപക്ഷം എന്ന് പറയുന്ന 8ആണ്. ആ 8 UDFനില്ല, 6 ഉള്ളൂ. പക്ഷേ അത് വേണോ വേണ്ടെന്ന് BJP ആണ് തീരുമാനിക്കുന്നത്. BJPയോട് ഇവർ പലപ്പോഴും ഭരണത്തിൽ കൂടാമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ കൂടില്ല എന്ന് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവർ നമ്മളോട് ചോദിച്ചാലും ഇല്ലെങ്കിലും ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യവും ഉദ്ദേശവും UDFും LDFും കൂടെ ചേർന്ന് ഭരണം മാത്രമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കല്ലറ നടന്നിരിക്കുന്നത് ഒരു ട്രയൽ മാത്രം. നിയമസഭാ തെരഞ്ഞെടുപ്പ് 140 മണ്ഡലങ്ങളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ട്രയൽ മാത്രം നടന്നേക്കണേ. ഇത് നമ്മുടെ കോട്ടയം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകൾ നടന്നിട്ടുണ്ട്, സംസ്ഥാനത്തുള്ള വിവിധ പഞ്ചായത്തുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ DCC പ്രസിഡൻറ്റും അങ്ങനെയുള്ള വലിയ കെങ്കേമന്മാർ ഉള്ള സ്ഥലമാണ്. അവന്മാർ ഉണ്ടായിട്ട് പോലും ഇത് നടന്നിട്ടുണ്ടെങ്കിൽ ഇവർ ഈ സ്ഥാനത്തേക്ക് വന്നാൽ ഇവരെ രാജിവെപ്പിക്കുമല്ലെന്ന് അവരാണ് പറയേണ്ടത്. നാണമില്ലാത്തവൻ്റെ ആസനത്തിൽ വാല് കെളുത്താൽ തണലെന്നാണ് പണ്ട് പറയുന്നത്. അപ്പം ഇതിനെ ചുമന്നുകൊണ്ട് ഈ ആലും ചുമന്നുകൊണ്ട് ഇവർ നടക്കും. ഈ സ്ഥിരം സമിതി അധ്യക്ഷനാകുമ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കാർക്ക് 5 വർഷം ഇരിക്കാം. അങ്ങനെ ഗുണമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 1. 2, അവിശ്വാസ പ്രമേയത്തെ പേടിക്കണ്ട. ഇനി CPMകാരേതായാലും LDFകാരേതായാലും അവിശ്വാസ പ്രമേയമെന്നും പറഞ്ഞ് വരില്ല. അപ്പോൾ 5 വർഷം ആ UDFനെ തന്നെ ഭരിക്കാം. ആരെ താങ്ങുന്ന ഇവരാണല്ലോ, ഈ ആസനം താങ്ങുന്ന പോലെ താങ്ങിക്കൊടുക്കുന്ന ഇവരാ. ഇതിനകത്ത് BJPക്കാരുമായിട്ട് ഒരു ചർച്ചയോ അല്ലെങ്കിൽ ആലോചനകളൊന്നും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. BJP നമ്മളോട് വന്ന് ചോദിച്ചിരുന്നു, BJPയോട് ചോദിച്ചിരുന്നു. വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാകുന്ന നല്ല ഭാഷയിൽ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം അത് പറഞ്ഞു കൊടുക്കേണ്ട ആ ചോദ്യം പോലും തെറ്റാ. ഏത് പാർട്ടിക്കാർ ചോദിക്കുന്ന ചോദ്യം പോലും തെറ്റാ. UDFകാരും അതെ, LDFകാരും അതെ. BJP NDA എന്ന് പറഞ്ഞ ദേശീയ ജനാധിപത്യ സഖ്യമുണ്ട്. ആ സഖ്യത്തിൽ നിൽക്കുന്നതായിട്ട് മാത്രം നിൽക്കുള്ളൂ. അതോടൊപ്പം തന്നെ സംസ്ഥാന പ്രസിഡന്റും ദേശീയ അധ്യക്ഷനും പറഞ്ഞിട്ട് കൃത്യമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഭരിക്കാൻ ഒരു സീറ്റ് കുറവുണ്ടോ, നമുക്ക് ആരുടെയും കാല് പിടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഭരിക്കാൻ അല്ലെങ്കിൽ നമുക്കിനി ആകെ ഒരു സീറ്റേ ഉള്ളൂ എന്ന് വെക്കുക, എങ്കിൽ പോലും അവിടെ NDA BJP എന്ന് പറഞ്ഞാൽ ആ ലെവലിൽ മാത്രം നിൽക്കുക. നമുക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. അത് കൃത്യമാണ്. അതോടൊപ്പം തന്നെ കൂടിച്ചേർന്നുള്ള ഭരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സംഘടനാ വിരുദ്ധ പ്രവർത്തനം തന്നെയാണ്. അതും നേരത്തെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായിട്ട് സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ഇപ്പോൾ അതായത് UDFന് 6 സീറ്റേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഭരണം ഈ 5 വർഷവും അവരുടെ കൈകളിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു തന്ത്രമായിട്ടാണോ ഇതിനെ കാണുന്നത്? UDFന് കുറേ നാളായിട്ട് ഇവിടെ ഭരണമൊന്നുമില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഇത്തവണ വീണ് കിട്ടിയൊരവസരം, അതിനെ എങ്ങനെയെങ്കിലും ഇത് ചുമന്നുകൊണ്ട് പോയേ അവർക്ക് പറ്റുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഇവർ ഈ കാണിക്കുന്ന വെപ്രാളവും പരവേശവും കൂടിയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ ഫണ്ട് കണ്ടെത്തണമെങ്കിൽ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അപ്പോൾ കോട്ടയം ജില്ലാ DDP ഓഫീസിൽ നിന്നൊക്കെ ഫണ്ട് കണ്ടെത്തണമെങ്കിൽ നമ്മൾ ചെന്ന് കണ്ട് സംസാരിച്ച് ഒരു വിഷയത്തെപ്പറ്റി പഠിച്ച് അങ്ങനെ കൊണ്ടുവരാൻ ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒരു സെക്രട്ടറിയും മറ്റ് കമ്മിറ്റി അംഗ ഭാരവാഹികളെല്ലാം ചേർന്നാണ് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ഇവർ എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം നമ്മളൊരു സ്ഥാനത്തിരിക്കുമ്പോൾ ആ സ്ഥാനത്തിരിക്കുന്നവർ അവരുടെ സംസാര രീതി, പെരുമാറ്റം ഒക്കെ വെച്ചിട്ട് അവരെ സ്വാഭാവികമായിട്ടും ജനങ്ങളും ഉദ്യോഗസ്ഥരും അതിന് മേളിൽ IAS ഓഫീസർമാർ വരെ അവരെ അനലൈസ് ചെയ്യും. അവർക്ക് അതിനുള്ള കഴിവില്ലാത്തവരാണെങ്കിൽ അവർക്ക് വെറുതെ വണ്ടിയെ കയറി ഇറങ്ങി പോകാം, പഞ്ചായത്ത് കമ്മിറ്റി കൂടാൻ ചായയും പഴംപൊരിയും കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും അവർ സംഭവിക്കാൻ പോകുന്നില്ല. നഷ്ടം എവിടെയാണ്? നാട്ടുകാർക്കാണ്. ജനം വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് വിട്ടെങ്കിൽ ആ ജനത്തിന് നമുക്കൊന്നും ചെയ്യാൻ ഒരുപക്ഷെ സാധിച്ചെന്ന് വരത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു പോരായ്മ വരാൻ പോണത്. ഇപ്പം നമ്മൾ കേട്ട് കഴിഞ്ഞു എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്.
കല്ലറ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള ഒരു കേവല ഭൂരിപക്ഷത്തെ ചൊല്ലിയൊരു ചെറിയ വിമർശനങ്ങളും മറ്റും നടന്നിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആ ഒരു തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ തെരഞ്ഞെടുപ്പിലും BJP പ്രവർത്തകർ പറയുന്നത് സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കാരെ തന്നെ വിജയിപ്പിക്കൂ എന്നുള്ളതാണ്. അന്തസ്സുണ്ടെങ്കിൽ സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കാരെ തന്നെ വിജയിപ്പിക്കൂ എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം അവർ ഭയക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് LDFൻ്റെ സപ്പോർട്ട് തേടുന്നത് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. എന്തായാലും ഭരണം നിലനിർത്താനുള്ള ഒരു തന്ത്രമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് തേടൽ എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ BJP പ്രവർത്തകർ പറയുന്നത്.